2023 രസകരമായ ചില ക്രിസ്മസ് കാഴ്ചകൾ. ഹലോ ഫ്രണ്ട്സ്, ഇതാ മറ്റൊരു ക്രിസ്മസ് കാലം കൂടി വന്നെത്തി. മഞ്ഞ് പെയ്യുന്ന ക്രിസ്മസ് രാവിൽ ഗാനത്തിന്റെ അകമ്പടിയോടെ ചുവട് വെച്ച് വരുന്ന കരോൾ സംഘം ഏവർക്കും സുഖമുള്ള ഓർമ്മയാണ്. കാലം മാറി, കഥ മാറി. നാടോടുമ്പോൾ നടുവേ ഓടുന്നവരാണ് ഇന്നത്തെ ക്രിസ്മസ് അപ്പൂപ്പന്മാർ. കരോളിനെത്തുന്ന അപ്പൂപ്പന്മാർ പലരും ഇന്ന് വൈറലാണ്. അതുമാത്രവുമല്ല, കാലം മാറുന്നതിനനുസരിച്ച് കരോൾ ഗാനങ്ങൾക്കും വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെ സ്ഥിരം വഴിയിൽ നിന്നും മാറി സഞ്ചരിച്ച കരോൾ ഗാനങ്ങളെല്ലാം ഇന്ന് ട്രെൻഡിങ്ങുമാണ്. പുട്ടടിക്കാനുള്ള പോക്കറ്റ് മണി ഉണ്ടാക്കുക എന്നതാണല്ലോ കരോളിന്റെ മെയിൻ ലക്ഷ്യം. അതിന്റെ കൂടെ ആളുകളെ ഒന്ന് എന്റർടൈൻ ചെയ്യിക്കാൻ പറ്റുക എന്നത് വലിയ കാര്യം തന്നെയല്ലേ. ആളുകളെ ചിരിപ്പിച്ച് ഒരു വഴിക്കാക്കിയ ചില രസികൻ ക്രിസ്മസ് വീഡിയോകളുമായാണ് ഫാക്സ് മോജോ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഡിസ്കോ ഡാൻസ് കളിക്കുന്ന ക്രിസ്മസ് അപ്പൂപ്പനും സിനിമാ പാട്ടിനെ പാരഡിയാക്കിയ കരോൾ ഗാനവും, അങ്ങനെ ചില രസികൻ കാഴ്ചകൾക്കായി വീഡിയോ മുഴുവൻ കാണണേ. നമ്പർ 16, ഓട്ടം തുള്ളൽ. നല്ലൊരു അടിപൊളി ക്രിസ്മസ് കരോൾ കണ്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കാം. കരോൾ ഗാനത്തിനൊപ്പം ചുവട് വെക്കുന്ന ക്രിസ്മസ് അപ്പൂപ്പൻ ക്രിസ്മസ് കാലത്തെ പ്രധാന കാഴ്ചയാണ്. കരോളിനൊപ്പം ഡിസ്കോ ഡാൻസ് കളിക്കുന്ന അപ്പൂപ്പന്മാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എന്നാൽ കരോൾ ഗാനത്തിന് ഓട്ടം തുള്ളൽ ചെയ്യുന്ന അപ്പൂപ്പൻ ഒരു പുതുമയുള്ള ഒരു കാഴ്ച തന്നെയാണ്. ഓട്ടം തുള്ളലിന് പോകുന്ന ആളെ പിടിച്ചാണ് ക്രിസ്മസ് അപ്പൂപ്പനാക്കിയതെന്ന് തോന്നുന്നു. എന്തായാലും അപ്പൂപ്പന്റെ ഈ പെർഫോമൻസ് ഇഷ്ടമായെങ്കിൽ ഇവിടെ ഒരു ലൈക്ക് അടിച്ചോളൂ. നമ്പർ 15, കുലുങ്ങില്ല ഞാൻ. ഇനി ഒരു സൂപ്പർ എനർജറ്റിക് പെർഫോമൻസ് ആണ് അടുത്തത്. ഈ അപ്പൂപ്പൻ ആള് കൊള്ളാമല്ലോ. വെറൈറ്റി സ്റ്റെപ്പുകളുടെ ഒരു കലവറയാണ് ഈ അപ്പൂപ്പൻ. വാവ്! പക്ഷെ അപ്പൂപ്പൻ ഇങ്ങനെ പുഴുവിനെ പോലെ കിടന്ന് തുള്ളിയിട്ടും വീട്ടുകാർക്ക് വലിയ ഭാവവ്യത്യാസമൊന്നുമില്ല. ഇതൊക്കെ ഞാൻ എത്ര കണ്ടതാണെന്ന ഭാവത്തിലല്ലേ ആ ചേട്ടൻ നിൽക്കുന്നത്. എന്തൊക്കെ കാണിച്ചിട്ടായാലും വീട്ടുകാരെ ഇംപ്രസ് ചെയ്യുമെന്ന വാശിയിലാണ് അപ്പൂപ്പൻ. അവസാനം ഒരു നമ്പർ കൂടി ഇട്ടു നോക്കി. മാങ്ങപറി ചെളിക്കുത്ത്, മാങ്ങപറി ചെളിക്കുത്ത്. എന്നിട്ടും ലാസ്റ്റ് ഒന്നും കിട്ടാതെ മടങ്ങേണ്ടി വന്നു. രസകരമായ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യൂ. ന്യൂ ഇയറിനായി കാത്തിരിക്കുന്ന നിങ്ങൾ നല്ലൊരു കാര്യം ചെയ്തതായി ആശ്വസിക്കാം. നമ്പർ 14, വള്ളിയാണ് പ്രിയം. ഇനി രണ്ട് അപ്പൂപ്പന്മാർ ചേർന്നുള്ള ഒരു ഡ്യുവറ്റ് പെർഫോമൻസ് കണ്ടാലോ. രണ്ടുപേരും റബ്ബർ പാല് കുടിച്ചാണോ വന്നതെന്ന് തോന്നിപ്പിക്കുന്ന തരം പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. വാവ്, വാട്ട് ആൻ എനർജറ്റിക് പെർഫോമൻസ്. എനർജി കൂടി ആ വീട്ടിലെ ഒരു വള്ളിച്ചെടിയുടെ മേലോട്ടാണ് അപ്പൂപ്പൻ ചെന്ന് വീണത്. വീണിടം വിഷ്ണു ലോകം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അത് തന്നെ സംഭവം. വീണിടത്ത് കിടന്ന് സ്റ്റെപ്പ് ഇടുന്നത് കണ്ടില്ലേ? അതും പാവം മറ്റേ അപ്പൂപ്പന്റെ മേലെ കിടന്ന്. എന്നാലും എന്റെ അപ്പൂപ്പ, നിങ്ങൾ വല്ലാത്ത പഹയൻ തന്നെ. ഒരു കാര്യം തീർച്ചയാണ്, ഇവരെ പോലുള്ളവർ വന്നാൽ വീട്ടുകാർക്ക് വള്ളിയാകും. എന്താണ് ഗൈസ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ? നമ്പർ 13, ജിമ്മൻ അപ്പൂപ്പൻ. അപ്പൂപ്പന്മാരുടെ ഡാൻസ് കണ്ട് ക്ഷീണിച്ചെങ്കിൽ ഇനി ഒരു വെറൈറ്റി പെർഫോമൻസ് കാണാം. ദേ നോക്കിയേ, അപ്പൂപ്പൻ കടന്ന് പുഷപ്പ് അടിക്കുന്നു. ഡാൻസ് അറിയില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? എന്തെങ്കിലും കാണിച്ചാലല്ലേ വീട്ടുകാർ പൈസ തരൂ. അപ്പൊ പിന്നെ അറിയാവുന്ന പണി അങ്ങ് ചെയ്തു. ജിമ്മിൽ പോകാൻ പറ്റാത്തതിന്റെ വിഷമം അങ്ങ് തീരട്ടെ. നമ്പർ 12, എൻജോയ് മക്കളെ, എൻജോയ്. കരോളിനെത്തുന്ന ക്രിസ്മസ് അപ്പൂപ്പന്മാർ ഡാൻസ് കളിക്കുന്നത് സാധാരണയാണ്. പക്ഷേ ഈ കരോൾ സംഘം ചെന്ന് പെട്ടത് ഒരു പുലിമടയിലായി പോയി. കരോൾ സംഘത്തെ ഞെട്ടിച്ചുകൊണ്ട് ആ വീട്ടിലെ അപ്പൂപ്പൻ ഒരു തകർപ്പൻ ഡാൻസ് അങ്ങ് കീച്ചി. വീടിനകത്ത് നിന്നും സ്റ്റെപ്പ് ഇട്ടുകൊണ്ടുള്ള ആ വരവ് കണ്ടോ? ഈ പ്രായത്തിലും എന്നാ ഒരു ഇതാ. ഇങ്ങേരുടെ പെർഫോമൻസ് കണ്ട് വീട്ടിലെ അമ്മച്ചി തടയാൻ നോക്കുന്നുണ്ടെങ്കിലും പുള്ളി അതൊന്നും മൈൻഡ് ചെയ്യുന്നേ ഇല്ല. അപ്പൂപ്പനും പിള്ളേരും ഒക്കെ ചേർന്ന് പരിപാടി കളറാക്കിയിട്ടുണ്ട്. ഇതിപ്പോ കരോളിനെത്തിയ പിള്ളേരും ഹാപ്പി, ഡാൻസ് ചെയ്ത അപ്പൂപ്പനും ഹാപ്പി. ഇതൊക്കെ കണ്ട നമ്മളും ഹാപ്പി. ശരിയല്ലേ ഗൈസ്? നമ്പർ 11, മാന്യത കൈവിടല്ലേ. കരോൾ സംഘം വീട്ടുകാരെ സന്തോഷിപ്പിക്കുന്നതിന് പകരം ഭയപ്പെടുത്തിയാൽ എങ്ങനെയിരിക്കും? വീട്ടിലെത്തുന്ന കരോൾ സംഘം മാന്യത കൈവിടാതിരിക്കേണ്ടതും അത്യാവശ്യമാണ്. കണ്ടില്ലേ, ഡാൻസ് എന്നും പറഞ്ഞ് പുള്ളി കാട്ടിക്കൂട്ടുന്നത് കണ്ട് വീട്ടുകാര് വിജൃംഭിച്ച് നിൽക്കുന്നത് കണ്ടില്ലേ? ഷോക്ക് അടിച്ചതുപോലുള്ള ഈ പെർഫോമൻസ് കണ്ടിട്ട് വീട്ടുകാര് ഞെട്ടിത്തരിച്ച് നിന്നുപോയി. നമ്പർ 10, പാട്ട് ഈണം പകർന്നവർ. അപ്പൂപ്പന് ഡാൻസ് മാത്രമല്ല, കരോൾ സംഘത്തിന്റെ പാട്ടും പലപ്പോഴും വൈറലായി മാറാറുണ്ട്. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയ ഒരു കരോൾ സോങ് ആണ് അടുത്തത്. ശൂലം പടയുടെ ചെമ്പട കുട്ടി കോലം തുള്ളും യേശു. ആഹാ, വയലാർ എഴുതുമോ ഇതുപോലെ? കരോൾ പാട്ടിനായി ആരാണാവോ ഇങ്ങനെ വരികൾ എഴുതുന്നത്? എന്തായാലും സംഭവം നൈസ് ആയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ പാട്ട് ആദ്യമായി കേട്ടപ്പോ ഞാൻ പൊട്ടിച്ചിരിച്ചു പോയി. നമ്പർ 9, ലാൽ ഫാൻ. മോഹൻലാൽ ഫാൻസ് പ്ലീസ് അസംബിൾ. അടുത്ത വീഡിയോ മോഹൻലാൽ ഫാൻസിന് വേണ്ടി പ്രത്യേകം ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പൂപ്പൻ ഒരു മോഹൻലാൽ ഫാൻ ആയാൽ എങ്ങനെയിരിക്കും? കണ്ടു നോക്കിയാലോ? ഇത് കൊള്ളാമല്ലോ. ലാലേട്ടന്റെ സൂപ്പർ ഹിറ്റ് പാട്ടിനൊപ്പം ചുവട് വെക്കുന്ന അപ്പൂപ്പൻ ഒരു വെറൈറ്റി കാഴ്ച തന്നെയല്ലേ. നമ്പർ 8, ലേശം വെള്ളം.
എല്ലാ വീട്ടിലും കയറി ഇറങ്ങി അവസാനം എഴുന്നേറ്റ് നിന്ന് ഡാൻസ് കളിക്കാൻ വയ്യാതായി. എങ്കിലും പുള്ളിയെ ഏൽപ്പിച്ച പണി അങ്ങ് കൃത്യമായി തന്നെ ചെയ്യുന്നുണ്ട്. മണ്ണിൽ കിടന്ന് ഉരുണ്ടിട്ടെങ്കിലും പുള്ളി പാട്ടിനൊപ്പം ചുവട് വെക്കുന്നത് കണ്ടില്ലേ? എന്നാലും ഇത്രയും ക്ഷീണിച്ച് തളർന്നിരിക്കുമ്പോഴും ഡാൻസ് കളിക്കാൻ കാണിച്ച ആ മനസ്സിനെ ഒരു കൈയടി കൊടുക്കണം. നമ്പർ 7, വെറൈറ്റി അല്ലേ വൈറല്? വെറൈറ്റി ട്രൈ ചെയ്യുന്നതാണല്ലോ ഇന്ന് വൈറലാകുന്നത്. അങ്ങനെ വെറൈറ്റി പിടിക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ എത്തിയ കരോൾ സംഘം എന്താണ് ചെയ്തതെന്ന് കണ്ടാലോ? ക്രിസ്മസ് അപ്പൂപ്പന്റെ മാസ്ക് വെച്ചതുകൊണ്ട് ആളെ തിരിച്ചറിയില്ലെന്ന് കരുതിയാണെന്ന് തോന്നുന്നു ഇത്ര ധൈര്യത്തിൽ അപ്പൂപ്പൻ കിടന്ന് അർമാദിക്കുന്നത്. പിന്നെ എന്ത് നടന്നെന്ന് ആരും വീഡിയോ എടുത്ത് കണ്ടില്ല. പോലീസുകാർ അപ്പൂപ്പനെ എടുത്ത് പഞ്ഞിക്കിട്ടോ എന്തോ. നമ്പർ 6, താളം മസ്റ്റാ. കൊട്ടിനനുസരിച്ച് കൃത്യമായി സ്റ്റെപ്പ് ഇടുന്ന ഒരു ഡീസന്റ് അപ്പൂപ്പനെയാണ് അടുത്തതായി കാണാൻ പോകുന്നത്. കലാകാരനാണെന്ന് തോന്നുന്നു. നല്ല താളബോധം. നമ്പർ 5, പിടിച്ചു കെട്ടാൻ നോക്കണ്ട. നാട്ടിൽ എന്താഘോഷം നടക്കുകയാണെങ്കിലും വീടിനകത്ത് ഒതുങ്ങിക്കൂടുന്ന ചില ആളുകളുണ്ട്. ആൾക്കൂട്ടത്തെ ഇഷ്ടപ്പെടാതെ ഒതുങ്ങിക്കൂടുന്ന ചില ഇൻട്രോവേർട്സ്. പക്ഷെ ഇവർ ശരിക്കും വീടിനകത്തിരുന്ന് എന്താണ് ചെയ്യുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഇതാ ഈ ചേട്ടനെ നോക്കൂ. അപ്പുറത്തെ വീട്ടിൽ കരോളിന്റെ കൊട്ട് കേൾക്കുമ്പോൾ മസിലും പിടിച്ച് വീട്ടുകാരെ ബോധിപ്പിക്കാൻ എനിക്കിതിലൊന്നും താല്പര്യമേ ഇല്ല എന്ന മട്ടിലുള്ള ആ നിൽപ്പ് കണ്ടോ? ശേഷം അകത്ത് പോയി മുണ്ട് മഴിച്ചുകൊണ്ട് ദാണ്ട യമണ്ടൻ ഡാൻസ്. എല്ലാം കഴിഞ്ഞ് വീണ്ടും ഒന്നുമേ സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ വന്ന് നിൽക്കുന്നത് കണ്ടില്ലേ? തന്റെ ഉള്ളിലെ കലാകാരനെ എന്തിനാണ് പുള്ളി ഇങ്ങനെ തളച്ചിടുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഈ വീഡിയോ കണ്ട് അടുത്ത കൊല്ലമെങ്കിലും പുള്ളിയെ അവിടുത്തെ നാട്ടുകാർ കരോളിന് കൂട്ടുമെന്ന് പ്രതീക്ഷിക്കാം. നമ്പർ 4, അപ്പൂപ്പൻ പടമായി. വീട്ടുകാരെ ഇംപ്രസ് ചെയ്യാൻ നോക്കി. ആടപടലം അപ്പൂപ്പനൊന്ന് ഇളകി. ഒത്തില്ല. അത് തന്നെ സംഭവം. വീട്ടുകാരുടെ മുന്നിൽ ഷോ കാണിക്കാൻ പല തറ വേലകളും കാണിക്കുന്ന അപ്പൂപ്പന്മാരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇതാ ഒന്ന് ചാടി നോക്കിയതേ പുള്ളിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ദാണ്ട് കിടക്കുന്നു തലയും ഇടിച്ച് താഴെ. എന്ത് വിധീത്, വല്ലാത്ത ചതീത്. ഇപ്പോഴാണ് ഈ പാട്ട് കറക്റ്റ് ആയത്. എന്നാലും കാവടിയുമായി പോയ ആളല്ലേ ഇങ്ങനെ ട്രാജഡിയായി കിടക്കുന്നത്. നമ്പർ 3, ഇനി ഒന്ന് കറങ്ങാം. കളിച്ച് കളിച്ച് നിലത്ത് വീണ അപ്പൂപ്പനെ വരെ കാലിൽ പിടിച്ച് കറക്കിയ കരോൾ സംഘമുണ്ട്. ദേ നോക്കിയേ, പാട്ട് മുറുകിയപ്പോൾ ഉശിര് കയറി ഇവരെന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്. അപ്പൂപ്പൻ മാത്രമല്ല, ടീമിലുള്ള എല്ലാവരും തകർപ്പൻ ഡാൻസ് ആണ്. അതിനിടയിൽ താഴെ വീണ അപ്പൂപ്പനെ കിട്ടിയ തക്കത്തിന് കാലിൽ പിടിച്ച് കയറുന്നത് കണ്ടോ? അപ്പൂപ്പനാണെങ്കിൽ യാതൊരു കൂസലുമില്ലാതെ ഡാൻസ് തുടരുകയും ചെയ്തു. എന്തൊരു സ്പിരിറ്റ്! എന്തൊക്കെ കാണണമല്ലേ? നമ്പർ 2, പുഴു സ്റ്റൈല്. വീട്ടുകാരെ ചിരിപ്പിച്ച് ശ്വാസം മുട്ടിച്ച ഒരു പെർഫോമൻസ് ആണ് അടുത്തത്. പുഴുവിനെ പോലെ നിലത്ത് കിടന്ന് സ്റ്റെപ്പ് ഇടുന്ന ഈ കാഴ്ച ആരെയാണ് ചിരിപ്പിക്കാത്തത്? ദേ ആ ചേച്ചി ചിരിച്ചൊരു വഴിയായി പോയി. ഇങ്ങനെ മറ്റുള്ളവരെ എന്റർടൈൻ ചെയ്യിക്കാനും ഒരു കഴിവ് വേണം. ഇതുപോലെ വേവ് ഡാൻസ് ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തിനെ താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണേ. നമ്പർ 1, അമ്മച്ചി മോശമല്ല. കരോളിനൊപ്പം ചുവട് വെക്കുന്ന ഒരു അമ്മച്ചിയുടെ വീഡിയോ ആണ് അടുത്തത്. 2 അപ്പൂപ്പന്മാരും ചേർന്ന് ഇങ്ങനെ നിർബന്ധിച്ചാൽ പിന്നെ എങ്ങനെ ഡാൻസ് കളിക്കാതിരിക്കും? 3 ആളും ചേർന്ന് ആനവട്ടം കളിക്കാൻ നോക്കുന്നുണ്ട്. കണ്ടോ? ഇനി ഈ കൊല്ലത്തെ ക്രിസ്മസ് വൈറൽ വീഡിയോ കാണണ്ടേ? ഈ വർഷത്തെ ക്രിസ്മസ് കാർഡ് കോമ്പറ്റീഷനിൽ 4 വയസ്സുകാരൻ വരച്ച പടമാണിത്. സമ്മാനങ്ങൾ തന്നിടും ഞാനെനിക്കാകെ കൂട്ടിനുണ്ണി യേശു. വീട്ടിൽ വരാൻ വേണ്ട കാശ് പട്ടിയെ അയച്ച് പുറകെ ഇവരുടെ പാട്ട് കേട്ട് വീട്ടുകാർ ഇവരെ ക്ലോസ് ആക്കാത്തത് ഭാഗ്യം. അപ്പൂപ്പൻ പെട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. രസകരമായ ക്രിസ്മസ് വീഡിയോകൾ കണ്ടില്ലേ? ഇനി ക്രിസ്മസിനെ കുറിച്ചുള്ള ചില ഫാക്ട്സ് കേട്ടാലോ? AD 270-343 കാലത്ത് ഏഷ്യ മൈനറിൽ ജീവിച്ച മിറയിലെ ബിഷപ്പായിരുന്ന സെന്റ് നിക്കോളസ് ആണ് പിൽക്കാലത്ത് സാന്റാക്ലോസ് എന്ന ക്രിസ്മസ് അപ്പൂപ്പനായി മാറിയതെന്നാണ് സങ്കല്പം. ജിംഗിൾ ബെൽസ് എന്ന പാട്ട് മൂളാത്ത ഒരു ക്രിസ്മസ് ഉണ്ടാവില്ല അല്ലെ? പക്ഷേ ശരിക്കും ക്രിസ്മസിനായി ഒരുക്കിയ പാട്ടല്ലായിരുന്നു ജിംഗിൾ ബെൽസ്. ലോർഡ് ജെയിംസ് പിയർപോണ്ട് താങ്ക്സ് ഗിവിംഗ് ഡേയ്ക്ക് വേണ്ടി ഒരുക്കിയ ഗാനമായിരുന്നു ഇത്. 1857 ചെറിയ മാറ്റങ്ങളോടെ ഇത് ക്രിസ്മസ് ഗാനമായി പുറത്തിറങ്ങി. പിന്നീട് ക്രിസ്മസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗാനമായി ഇത് മാറി. ഇന്നത്തെ ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡ് നിങ്ങൾ എല്ലാവരും നന്നായി എൻജോയ് ചെയ്തില്ലേ? നിങ്ങളെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ച അപ്പൂപ്പൻ ഏതാണെന്ന് കമന്റ് ചെയ്യുക. കൂടാതെ നിങ്ങൾക്കുണ്ടായ രസകരമായ ക്രിസ്മസ് അനുഭവങ്ങൾ കമന്റ് ബോക്സിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കൂ. വീഡിയോ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും ഇനി പ്രത്യേകം പറയേണ്ടതില്ലല്ലോ.
ഇനി ഈ വരുന്ന കൊല്ലം എന്തൊക്കെ കാണാൻ കിടക്കുന്നോ എന്തോ. എന്നാൽ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ.